അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. കിതാബ് തൗഹീദിൻ്റെ 8ാമത്തെ ദർസിലാണ് നമ്മൾ ഓരോരുത്തരും സമ്മേളിച്ചിട്ടുള്ളത്. ആദ്യമായി ഒരു അറിവിൻ്റെ സദസ്സിലിരിക്കുമ്പോൾ അങ്ങേയറ്റത്തെ മര്യാദകൾ കാത്തു സൂക്ഷിച്ച് നിഷ്കളങ്കമായി അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിക്കണം, അറിവ് നേടണം, അതനുസരിച്ച് അള്ളാഹുവിനോട് അടുപ്പം സിദ്ധിക്കണം എന്നായിരിക്കണം നമ്മുടെ ഈ ഇരുത്തത്തിൻ്റെ ഉദ്ദേശം. അതല്ലാത്ത ദുനിയവിയായ ഒരു ഉദ്ദേശവും നമുക്കില്ല എന്നുറപ്പ് വരുത്തിക്കൊണ്ട് അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇരിക്കണേ എന്നാണ് ആദ്യമായി ഉണർത്താനുള്ളത്. കിതാബ് തൗഹീദിലെ 1ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ആയത്താണ് നമുക്കിനി വിശദീകരിക്കാനുള്ളത്. 1ാമത്തെ അധ്യായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തൗഹീദ് നിർബന്ധമാണ്. ശിർക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബഹുദൂരം അകറ്റി നിർത്തേണ്ട ഒന്നാണ് എന്നാണ് 1ാമത്തെ അധ്യായത്തിന്റെ ആകെ ചുരുക്കമെന്ന് പറഞ്ഞാൽ. അതിൽ 5ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഖുൽ നബിയെ താങ്കൾ പറയുക, തആലൗ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരണം എന്ന് ജനങ്ങളെ എന്ത് ചെയ്യണം? അഭിസംബോധനം ചെയ്ത് പറയണം. അത്ലു ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാം, മാ ഹറമ റബ്ബുക്കും അലൈക്കും നിങ്ങളുടെ മേൽ നിങ്ങളുടെ റബ്ബ് എന്തൊന്നാണോ ഹറാമാക്കിയത് അത് ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാം. അതിൽ 1ാമത്തേത് അല്ലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അല്ലാഹുവിൽ എന്ത് ചെയ്യാൻ പാടില്ല? ശിർക്ക് വെച്ച് പുലർത്താൻ പാടില്ല, പങ്കു ചേർക്കാൻ പാടില്ല യാതൊരു നിലക്കും. അത് ചെറിയ ശിർക്കാകട്ടെ, വലിയ ശിർക്കാകട്ടെ, ഗോപ്യമായതാകട്ടെ, ഇനി പരോക്ഷമായതും പ്രകടമായതും ഏത് ശിർക്കാകട്ടെ, അതൊന്നും നിങ്ങൾ അല്ലാഹുവിൽ വെച്ച് പുലർത്താൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 1ാമതായി അള്ളാഹു കൽപ്പിക്കാൻ പറയുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അത്ലു ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാം, മാ ഹറമ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് ഹറാമാക്കിയത് എന്നാണ്. ദീന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിന് മാത്രമേ ഒരു കാര്യം ദീനാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് അവതരിപ്പിക്കാൻ അള്ളാഹു ആണ് ദീനിന്റെ ഉടമസ്ഥൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, എന്താണോ നബിക്ക് വഹയ്യായി ഇറക്കിയിട്ടുള്ളത്, അതിനപ്പുറം നബിക്കൊന്നും തന്നെ പറയാൻ സാധിക്കുകയില്ല എന്ന്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദീനിന്റെ ശാരിഅ്, ദീന് ഉണ്ടാക്കുന്നവൻ, ദീനിൽ അഹ്കാമുകൾ നമുക്ക് മേൽ നിർബന്ധമാക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അതിൽ യാതൊരു റോളുമില്ല, അതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂറത്തുൽ ഹാഖയിലെ 44-46 ആയത്തുകളിൽ അല്ലാഹു പറയുന്നത് വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, റസൂലേ താങ്കളെങ്ങാനും ദീനിന്റെ വിഷയത്തിൽ ഇല്ലാത്തതെന്തെങ്കിലും താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയാൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, വലത്തേ കൈ കൊണ്ടെന്തെയും ഞാൻ താങ്കളെ പിടിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. റസൂലിന് പോലും ദീനിന്റെ വിഷയത്തിൽ എന്താണോ വഹയ്യായി അവതരിപ്പിക്കപ്പെട്ടത് അതിന്റെ അപ്പുറം ഒരു വാക്ക് പോലും പറയാൻ സാധിക്കുകയില്ല എന്ന്, പറയാൻ പാടില്ല എന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, പിടികൂടുന്ന, ശിക്ഷ പിടികൂടുന്ന, എന്നിട്ടോ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, എന്നിട്ട് കണ്ട നാടി മുറിച്ചു കളയും എന്ന് പറയാം. അതുകൊണ്ട് ദീനിന് നമുക്ക് ശർആക്കി തരുന്നത് അല്ലാഹുവാണ്, റസൂലിന് പോലും അതിന് അനുമതിയില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദീൻ എന്നത് ലോകത്തെ പടച്ച, ലോകത്തെ സൃഷ്ടിക്കുന്ന, ലോകത്തെ പരിപാലിക്കുന്ന, എല്ലാ കാര്യങ്ങളും ഉടമപ്പെടുത്തുന്ന റബ്ബിന്റെ അടുക്കലിൽ നിന്നാണ് ഓരോ കൽപ്പനകളും ഓരോ നിർദ്ദേശങ്ങളും വന്നിട്ടുള്ളത് എന്നൊരാലോചന നമുക്കുണ്ടാകണം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ചില പൗരോഹിത്യത്തിന്റെ ചില ആളുകൾ എന്തൊക്കെയാണ് അവർ പറഞ്ഞു വിടുന്നത്, എന്തൊക്കെയാണ് ജനങ്ങളുടെ മുമ്പിൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജനങ്ങളുടെ മുമ്പിൽ ഇസ്ലാമിനെ ആകെ ഇല്ലാതാക്കുന്ന, ഇസ്ലാമിൽ എന്താണോ ഇല്ലാത്തത് അത് ഇസ്ലാമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ. റസൂലിനോട് അള്ളാഹു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും ഈ പറയുന്ന പുരോഹിതന്മാരുടെ അവസ്ഥ? എങ്ങനെയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പുരോഹിതന്മാരെ ശിക്ഷിക്കുക?
അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ചിലപ്പോഴെങ്കിലും സാധാരണക്കാർ പോലും വലിയ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന, എനിക്കിങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ അറിവിന്റെ വലിപ്പം കാണിക്കാനുള്ളതല്ല ദീന് എന്നത്. മറിച്ച് ദീന് എന്നത് എന്താണോ അള്ളാഹു അവതരിപ്പിച്ചത് അത് ആത്മാർത്ഥമായി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുകയാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദീനിന്റെ വിഷയം സംസാരിക്കുന്ന ആളുകൾക്ക് അങ്ങേയറ്റത്ത് പേടി ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ പുരോഹിതന്മാർക്ക് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അത്ലു, ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാം, മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് എന്താണോ ഹറാമാക്കിയത് അത് ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരാം. ഞാൻ ഹറാമാക്കിയതല്ല, ഞാൻ ഹലാലാക്കിയതല്ല എന്ന്. അതിൽ ഒന്നാമത്തേതാണ് ഷിർക്ക് ചെയ്യാൻ പാടില്ല, അതായത് തൗഹീദ് അനുസരിച്ച് ജീവിക്കണം. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തിന്മ അത് ഷിർക്കാണ്, ഏറ്റവും വലിയ നന്മ അത് തൗഹീദുമാണ്. ഏറ്റവും വലിയ തിന്മ എന്നത് അത് ഷിർക്കായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇനി ഏതൊക്കെ തിന്മയിൽ ഒരാൾ അകപ്പെട്ടാലും ആ തിന്മകളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ഷിർക്കിന്റെ താഴെയുള്ളതെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. എന്നാൽ ഷിർക്ക് എന്ത് ചെയ്യൂല, അല്ലാഹു പുറത്തു തരൂല. അത് പുറത്തു കിട്ടണമെങ്കിൽ അല്ലാഹുവിനോട് അവൻ തൗബ ചെയ്യൽ നിർബന്ധമാണ്. തൗബ ചെയ്യാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വെറുതെ വിടുകയില്ല. അതുകൊണ്ട് സൂറത്തുൽ അൻആമിലെ ഈ ആയത്തിൽ ഒന്നാമതായി അല്ലാഹു നിർദ്ദേശിച്ചിട്ടുള്ളത് ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. രണ്ടാമത്തേത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ മാതാപിതാക്കളോട് നന്മ ചെയ്യേണ്ടതിന്റെ അനിവാര്യതയും അതിന്റെ പ്രാധാന്യവുമെല്ലാം നമ്മൾ സവിസ്തരം വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വബിൽ വാലിദൈനി, മാതാപിതാക്കളോട് ഇഹ്സാനൻ എന്ന് അലിഫ്ലാമില്ലാതെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വ്യാകരണ പണ്ഡിതന്മാർ പറയുന്നത്. അലിഫ്ലാമില്ലാതെ ഇഹ്സാൻ എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാ നന്മകളും എന്ത് ചെയ്യണം, അവർക്ക് ചെയ്തു കൊടുക്കണം എന്നാണ്. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും അവരുടെ കൂട്ടുകാരോടുള്ള നന്മകൾ, അങ്ങനെ അവരുമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെ രണ്ടാമത്തേതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. അള്ളാഹുവിനോട് കൊടുക്കേണ്ട ബാധ്യതയെ കുറിച്ച് പറഞ്ഞു. ശേഷം സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ബാധ്യതയുള്ളത് ആരോടാ? മാതാപിതാക്കളോടാണ്. ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് മാതാപിതാക്കളോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇതിൽ പ്രതിപാദിച്ചിട്ടില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത്, ഷിർക്ക് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ റസൂലിനോടും നമുക്കുണ്ട്. ആ ദീന് നമുക്ക് എത്തിച്ചു തന്നത് റസൂലാണ്. പിന്നെയുള്ളത് മാതാപിതാക്കളോടാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ ബാധ്യതകൾ അത് നമ്മൾ നിറവേറ്റുന്നുണ്ടോ എന്ന് നിത്യവും നമ്മൾ ആലോചിച്ചു കൊണ്ടേയിരിക്കണം. എവിടെയെങ്കിലും ഒരു വീഴ്ച നമ്മൾ അറിയാതെ നമുക്ക് വരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഷിർക്ക് ചെയ്യുന്ന ഉമ്മയാകട്ടെ ഉപ്പയാകട്ടെ അവരോട് പോലും നമുക്ക് കൃത്യമായ ബാധ്യതയുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതായി പറയുന്നത് വലാ തഖ്തുലു ഔലാദകും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ, എന്ത് ഭയപ്പെട്ടുകൊണ്ട്? ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് അവരെ കൊല്ലുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നാണ്. അതുകൊണ്ട് തന്നെ മക്കളെ കൊല്ലുന്ന ഒരു പ്രവണത മുമ്പ് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് വലാ തഖ്തുലു, നിങ്ങൾ വധിച്ചു കളയാൻ പാടില്ല, ഔലാദകും, നിങ്ങളുടെ മക്കളെ, മിൻ ഇംലാഖിൻ, എന്ത് ഭയപ്പെട്ടുകൊണ്ട്? ഫഖർ, ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട്. എന്നിട്ട് അള്ളാഹു അടുത്ത ആയത്തിൽ പറയാൻ നഹ്നു നർസുഖുകും വ ഇയ്യാഹും, നിങ്ങൾക്ക് റിസ്ക് നൽകുന്നതും അവർക്ക് റിസ്ക് നൽകുന്നതും ആരാണ്? ഞാനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ റിസ്കിന്റെ അവസ്ഥകൾ, നമ്മുടെ റിസ്കിന്റെ തോത് അത് അള്ളാന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ എത്ര തന്നെ മക്കൾ ഉണ്ടായാലും എന്തിന്റെ ഭയപ്പാട് ഉണ്ടാകാൻ പാടില്ല? റിസ്കിന്റെ ഭയപ്പാട് ഒരു മുഅ്മിനിന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അള്ളാഹുവാണ് അർ റസാഖ് എന്ന് മനസ്സിലാക്കിയ ഒരു മുഅ്മിൻ എങ്ങനെയാണ് റിസ്കിന്റെ വിഷയത്തിൽ ഭയപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അവന് ലഭിക്കേണ്ട ഒരു ഉരുള, അവന് ലഭിക്കേണ്ട ഒരു ഭക്ഷണത്തിന്റെ ഒരു തോത് അത് ലഭിക്കാതെ അവൻ മരണപ്പെടൂല എന്നാണ്. പിന്നെയും നമ്മൾ റിസ്കിനെ ഭയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് നമ്മുടെ തവക്കുൽ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. എവിടെയാണ് നമ്മുടെ തൗഹീദ് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് റിസ്കിന്റെ വിഷയത്തിൽ യാതൊരുവിധ പേടിയും നമുക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് നമ്മൾ വ്യത്യസ്ത വഴികൾ തേടി പുറപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹു എന്ത് ചെയ്യും? നമുക്ക് റിസ്ക് എത്തിച്ചു തരും.
ഇവിടെ ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, അതായത് കല്യാണം കഴിക്കുന്ന വിഷയം. കല്യാണം കഴിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ആളുകൾ ഭയപ്പെടാറുള്ള ഒന്നാണ് പണത്തിന്റെ പേടി എന്നുള്ളത്. അതോടൊപ്പം തന്നെ മാതാപിതാക്കളും കെട്ടിച്ച് വിടാൻ ഉദ്ദേശിക്കുന്ന ഉപ്പമാരും ഭയപ്പെടുന്ന ഒന്നാണ് അവരുടെ റിസ്കിന്റെ അവസ്ഥ എന്താകുമെന്നത്. പൊതുവെ കല്യാണം കഴിഞ്ഞ ആളുകൾ കഴിയാത്ത ആളുകളോട് പറയാറുള്ളത് ഇത് ഭയങ്കര കഷ്ടപ്പാടുള്ള ഒന്നാണ്, ഭയങ്കര ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമൊന്നല്ല എന്നാണ് പൊതുവെ ആളുകൾ പറയാറുള്ളത്. പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗവും അങ്ങനെയാണ് പറയാറുള്ളത്. അത് കല്യാണം കഴിച്ച ആളുകളിൽ ഏറ്റവും നല്ല രൂപത്തിൽ അഭിപ്രായം പറയുന്ന ആളുകൾ വളരെ തുച്ഛാണ്. എന്നാൽ എന്താണ് പഠനങ്ങൾ ഈ വിഷയത്തിൽ തെളിയിക്കുന്നത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും കല്യാണം കഴിഞ്ഞ ആളുകൾ കഴിയാത്ത ആളുകളോട് പറയാറുള്ളത് നിനക്ക് കുട്ടിയും മക്കളൊന്നുമില്ലല്ലോ നിനക്ക് എന്താ ടെൻഷൻ എന്നാണ് ചോദിക്കാറുള്ളത്. എന്നാൽ പഠനങ്ങൾ തെളിയിക്കുന്നത് കല്യാണം കഴിച്ച ഒരാളിൽ നിന്ന് കല്യാണം കഴിക്കാത്ത ആളെയും രണ്ടാളുകളെയും പഠനം നടത്തിയപ്പോൾ 30% ഡിപ്രഷൻ കൂടുതൽ കല്യാണം കഴിക്കാത്ത ആളുകൾക്കാണ്. 30% ഡിപ്രഷൻ കൂടുതൽ കല്യാണം കഴിക്കാത്ത ആളുകൾക്കാണ്. അതുകൊണ്ട് ഇനെന്ത് ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് ആ പഠനത്തിനെതിരാണ്. രണ്ടാമത്തേത് ഫോബിയകൾ, ചില പേടികൾ ഉണ്ടാകാം, ചില കാര്യങ്ങളെ കുറിച്ചുള്ള പേടികൾ 30% കൂടുതൽ കല്യാണം കഴിക്കാത്ത ആളുകൾക്കാണ്. അതേപോലെ തന്നെ മെന്റൽ ഇൽനെസ്, അവർക്കുണ്ടാകുന്ന മെന്റലി പരമായ പ്രോബ്ലമുകൾ അത് 22 ഇരട്ടിയാണ്. കല്യാണം കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 22 ഇരട്ടി ഉണ്ടാകുന്ന. അതേപോലെ നെർവസ് ബ്രേക്ക് ഡൗൺ അത് 3 പ്രാവശ്യം കൂടുതലാണ്. ഇനി ഉറക്കിലേക്ക് പോകുന്ന പ്രശ്നം, ഉറക്കം കിട്ടാത്ത പ്രശ്നം ഉണ്ടാകാറുണ്ട്, പൊതുവെ ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. ആ പ്രശ്നം 3 വട്ടം കൂടുതലാണ് ആർക്ക്, കല്യാണം കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ കമ്മിറ്റിംഗ് ഓഫ് വയലന്റ് ക്രൈംസ്, ഒരുപാട് തെറ്റുകളിൽ ഏർപ്പെടുക. അതായത് സമൂഹത്തിൽ നടക്കുന്ന 90% തിന്മകൾ, സമൂഹത്തിൽ നടക്കുന്ന 90% കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, ഇതിന്റെ കണക്കെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാത്ത ആളുകളാണ് ഈ പറഞ്ഞതിലെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളത്. കല്യാണം കഴിക്കാത്ത ആളുകളാണ് ഈ പറഞ്ഞതിലെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായ പഠനമാണ്. വാഷിംഗ്ടണിലെ DC 1980 ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പുറത്തുവിട്ട ഒരു പഠനമാണ്. അതേപോലെ തന്നെ സാലറിയുടെ വിഷയം, പലപ്പോഴും നമ്മൾ അതാണ് ഇവിടെ സൂചിപ്പിച്ചു വന്നത്. സാലറിയുടെ വിഷയം പരിശോധിച്ചു കഴിഞ്ഞാൽ 30% കൂടുതലാണ് ആർക്ക്, കല്യാണം കഴിഞ്ഞ ആളുകൾക്ക് കൂടുതലാണ് പൊതുവെ കിട്ടാറുള്ളത് എന്നാണ് പഠനം തെളിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ്. 70% കല്യാണം കഴിഞ്ഞ ഒരാൾക്കാണ് കല്യാണം കഴിയാത്ത ഒരാളെക്കാളും കൂടുതൽ സമ്പാദിക്കാനുള്ള ത്വര ഉണ്ടാവുകയും സമ്പാദിക്കുകയും ചെയ്യുക എന്ന്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്നതും എന്നാൽ അതോടൊപ്പം തന്നെ ദുനിയവിയായ പഠനങ്ങൾ തെളിയിക്കുന്നതുമെല്ലാം എന്താണോ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്നത് അതേ ഒരു മാർഗത്തിലൂടെയാണ് പഠനങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. എന്നാൽ ഈ പഠനങ്ങൾ പലപ്പോഴും ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ലോബി ഈ പഠനങ്ങൾ തെളിയിക്കപ്പെടരുത്, ഇത് ആളുകളുടെ മുമ്പിൽ പ്രചരിപ്പിക്കപ്പെടരുത് എന്നുള്ള LGBTQ മുന്നോട്ട് വെക്കുന്ന വലിയൊരു ലോബി കാരണത്താലാണ് ഇത്തരം പഠനങ്ങൾ മുന്നോട്ട് വരാത്തതും ഇത്തരം പഠനങ്ങൾ ചർച്ച ചെയ്യപ്പെടാത്തതും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം. അള്ളാഹു ചോദിക്കുന്നത് നിങ്ങളുടെ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട കല്യാണം കഴിയാത്ത ആളുകളെ നിങ്ങൾ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. ഇൻ യകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് അള്ളാഹു അവരെന്ത് ചെയ്യും, അവരെ ഗനീകളാക്കും, അവരെ പണമുള്ളവരാക്കുന്ന. ഈ ആയത്തിൽ അള്ളാഹു വളരെ വ്യക്തമായി പറയുന്നത് അവർക്ക് ഒന്നുമില്ല എങ്കിൽ പോലും അള്ളാഹു എന്ത് ചെയ്യും, അവരെ ധനാഢ്യന്മാരാക്കി മാറ്റുന്ന. ഞാൻ ചോദിക്കട്ടെ, ഈ ആയത്ത് കൃത്യമായി വിശ്വസിക്കുന്ന, ഈ ആയത്തിന്റെ ആശയം കൃത്യമായി ഉൾക്കൊള്ളുന്ന ഒരു പിതാവിന് എങ്ങനെയാണ് ഇതിനെതിരെ സംസാരിക്കാൻ സാധിക്കുക? ഈ ആയത്തിനെ എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് ഓരോ മാതാപിതാക്കളും ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വാഗ്ദാനമാണോ അതല്ല നിങ്ങളുടെ മനസ്സിൽ കാണുന്ന ചില ആലോചനകൾക്കാണോ ഏറ്റവും ശക്തി കൂടുതൽ എന്ന്
നിങ്ങൾ പഠനം നടത്തേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ആലോചന നടത്തണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹു ഒരു വാഗ്ദാനം ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ അള്ളാഹു ആ വാഗ്ദാനം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ വളരെ വലിയ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ്. വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖിൻ. ഫഖറിനെ പേടിച്ച്, ദാരിദ്ര്യത്തെ പേടിച്ചുകൊണ്ട് നിങ്ങൾ മക്കളെ കൊന്നുകളയരുത്. നഹ്നു നർസുഖുക്കും, അല്ലാഹു പറയാണ് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് റിസ്ക് നൽകും. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്കും എന്ത് ചെയ്യും, റിസ്ക് നൽകുന്നു. അതുകൊണ്ട് റിസ്കിന്റെ വിഷയത്തിൽ യാതൊരു ഭയപ്പാടുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ എന്ന തിരിച്ചറിവുണ്ടാകണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സാധാരണ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ചരിത്രമാണെന്ത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിലായിരിക്കെ തന്റെ മകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന വിഷയം. ചരിത്രപരമായി അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയാണ് എങ്കിൽ യാതൊരു ചരിത്ര ഗ്രന്ഥത്തിലും, അവലംബനീയമായ യാതൊരു ചരിത്ര ഗ്രന്ഥത്തിലും അത്തരം റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ പറയുന്ന ചരിത്രം എങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു, എങ്ങനെ ആളുകൾക്കിടയിൽ ഇത് വ്യാപകമായി എന്ന് അന്വേഷിച്ചാൽ ചില റാഫിലിയാക്കൾ, ഷിയാക്കളായ ആളുകളാണ് ഇത് പ്രചരിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവർ പറയുന്നത് അല്ലാഹുമ്മ ലഅൻ സനമയ ഖുറൈശിൻ, ഖുറൈശികളുടെ 2 വിഗ്രഹങ്ങൾക്ക് നാശം, അവരെ അള്ളാഹു ശപിക്കട്ടെ എന്നാണ് റാഫിലിയാക്കൾ പ്രാർത്ഥിക്കാറുള്ളത്. നഊദു ബില്ലാഹ്, അവരുടെ ഷർറിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവർ പ്രാർത്ഥിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ചരിത്രം എന്ത് ചെയ്തത്, അവർ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചതെന്നാണ്. ഒന്നാമത്തേത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, ആ സമയത്ത് ബനു അദി ഗോത്രക്കാർക്കിടയിൽ, അതായത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രത്തിൽ ഒരിക്കലും അങ്ങനെയുള്ള ഒരു ആചാരം, കുട്ടികളെ കുഴിച്ചു മൂടുക എന്നുള്ള ആചാരം അത്തരം വ്യാപകമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതിനുള്ള ഏറ്റവും വലിയ തെളിവെന്താ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആര്, ഹഫ്സ റളിയല്ലാഹു അൻഹ. ഹഫ്സ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത് ജാഹിലിയത്തിനും 5 വർഷം മുമ്പാണ്. ജാഹിലിയത്തിന് 5 വർഷം മുമ്പ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി നിയോഗിതനാകുന്നതിന് 5 വർഷം മുമ്പ്. അങ്ങനെയാണ് എങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു കുഴിച്ചു മൂടിയിട്ടുണ്ട് എങ്കിൽ ആരെയും കുഴിച്ചു മൂടണമായിരുന്നു, ഹഫ്സ റളിയല്ലാഹു അൻഹയെയും കുഴിച്ചു മൂടണമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, കുഴിച്ചു മൂടിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇബ്നു ഹജർ റഹിമഹുല്ല ഇസാബയിൽ, തന്റെ ഇസാബ എന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യം വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, മൂന്നാമത്തെ തെളിവ്, ഉമർ റളിയല്ലാഹു അൻഹു കുഴിച്ചു മൂടിയിട്ടില്ല എന്നതിനുള്ള മൂന്നാമത്തെ തെളിവ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് അൻ-നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഖൈസ് ഇബ്നു ആസിം എന്ന് പറയുന്ന വ്യക്തി, ഖൈസ് ഇബ്നു ആസിം എന്ന് പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് നബിയോട് അദ്ദേഹം പറയാം, ഞാൻ എൻ്റെ 8 മക്കളെ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നാണ്. ഞാൻ എൻ്റെ 8 മക്കളെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. വഇദൽ മൗഊദത്ത് സുഇലത്ത് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടുള്ള ഹദീസാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഓരോ കുട്ടിക്കും നീ എന്ത് ചെയ്യണം, ഓരോ കുട്ടിക്കും വേണ്ടിയിട്ട് നീ ഒരു അടിമയെ മോചിപ്പിക്കേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെ അദ്ദേഹം അത് ചെയ്തു എന്നാണ്. ഇവിടെ ഈ ഹദീസ് ഉദ്ധരിച്ച ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞിട്ടില്ല, ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഉമർ റളിയല്ലാഹു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, ഉമർ റളിയല്ലാഹു പറയായിരുന്നു, ഞാനാണ് എന്ത് ചെയ്തിട്ടുള്ളത് റസൂല്, ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമായിരുന്നു. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, സുന്നത്തിനെതിരെ എന്ത് കാര്യങ്ങൾ ഉണ്ടായാലും ആദ്യം എന്ത് ചെയ്യും, അവരത് ചോദിക്കാറുണ്ടായിരുന്നു. ഇവിടെ ചോദിച്ചിട്ടില്ല എന്നത് അതിനുള്ള തെളിവാണ്. നാലാമത്തേത്, ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ കൂട്ടാം. ഇനി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ കരുതിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, അള്ളാഹു അത് പുറത്തു കൊടുക്കുന്നുള്ളതാണ്. കാരണം എപ്പോ ചെയ്തതാണ്, ജാഹിലിയത്തിൽ ചെയ്തതാണ്. അദ്ദേഹം അറിയാത്ത ഒരു കാലത്ത് ചെയ്തതാണ്. ജാഹിലിയത്തിൽ ഒരാൾ കുഫ്ർ ചെയ്താൽ, അവിശ്വാസം ചെയ്താൽ പോലും അല്ലാഹു എന്ത് ചെയ്യും, അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷെ ഇവിടെ ഷിയാക്കൾ അവരുടെ കൃത്യമായ അജണ്ട പ്രകാരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു ചെറിയ രൂപത്തിലെങ്കിലും എന്ത് ചെയ്യണം, ഒരു മോശമായ ചിത്രം ആളുകൾക്കിടയിൽ ഉണ്ടാക്കണം എന്നതുകൊണ്ടാണ് ആ ചരിത്രം പലപ്പോഴായി പ്രചരിപ്പിക്കാറുള്ളത്. എന്നാൽ ചില നോവലിസ്റ്റുകാർ, അറബിയിലുള്ള ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഷയത്തിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അതൊന്നും എന്തല്ല, അതിലൊന്നും യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തതായി യാതൊരു റിപ്പോർട്ടും, സ്ഥിരപ്പെട്ട യാതൊരു റിപ്പോർട്ടും ആ വിഷയത്തിൽ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
എന്നിട്ട് അല്ലാഹു 4-ാമതായ ആയത്തിൽ പറയുന്നത് വലാ തഖറബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. വലാ തഖറബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. എന്താ ഫവാഹിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മ്ലേച്ഛമായ കാര്യങ്ങൾ എന്നാണ്. മ്ലേച്ഛമായ കാര്യങ്ങൾ. വലാ തഖറബു എന്നാണ് പ്രയോഗിച്ചത്. വലാ തഖറബു സിന, നിങ്ങൾ എന്ത് ചെയ്യരുത്? വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. അതേ പ്രയോഗമാണ് ഇവിടെയും പ്രയോഗിച്ചത്. അതായത് ഏത് മ്ലേച്ഛമായ കാര്യം, ഏത് തിന്മയാകട്ടെ, അതിലേക്ക് നിങ്ങൾ ഒരു രൂപത്തിലും അടുക്കരുത് എന്നാണ്. ഒരു രൂപത്തിലും അടുക്കരുത്. അപ്പൊ ഇവിടെ ചെയ്യരുത് എന്നല്ല പറയുന്നത്, മറിച്ച് അടുപ്പം പോലും ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും തിന്മയിലേക്ക് ചെന്നുപെടുന്ന ആളുകൾ, അവർ തിന്മയിലേക്ക് എത്തിപ്പെടാറുള്ള ഒന്നാമത്തെ പടി എന്നത് നമുക്ക് എന്താണെന്ന് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം, ഒന്ന് പരിശോധിച്ചു നോക്കാം, ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്നിങ്ങനെയുള്ള പിശാചിന്റെ ന്യായങ്ങൾ, ആ ന്യായങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ത് ചെയ്യാറുള്ളത്? അങ്ങനെ ചെയ്തു തുടങ്ങും. ഒരു പ്രാവശ്യം ചെയ്യും, പക്ഷെ അത് പിന്നെന്തായി മാറും? വലിയ അഡിക്ഷനുകളിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് അഡിക്ഷനുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മുസ്ലിം ഉമ്മത്ത് അകപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അഡിക്ഷനുകളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തിന്മയുടെ വിഷയം അതീവ ജാഗ്രത ഉണ്ടാകണം. എത്ര ചെറിയ തിന്മയായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമാധാനത്തെയും അത് കെടുത്തിക്കളയും, നമ്മുടെ സമാധാനം ഇല്ലാതാക്കും. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്, ആരും ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന തിന്മയിൽ നമ്മൾ ആസ്വാദനം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അത് നമുക്ക് സമാധാനം തരുമെന്നില്ല. ഒരിക്കലുമില്ല. ഒരിക്കലും സമാധാനമല്ല അത് നേടിത്തരിക, മറിച്ച് അസമാധാനമാണ് നമുക്ക് നേടിത്തരിക. അത് മാത്രല്ല, തീരാത്ത ദുഃഖം, തീരാത്ത നിരാശ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? എപ്പോഴും ആ തിന്മ ബാക്കിയാക്കും. അതുകൊണ്ട് തന്നെ തിന്മയെ എങ്ങനെയാണ് കാണേണ്ടത് എന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഫീ അസ്ലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. അവൻ ഒരു മലഞ്ചെരുവിൽ നിന്നുകൊണ്ട് ആ മലയിലേക്ക് നോക്കിയിട്ട് അവൻ എന്ത് ചെയ്യും? ഒരു തിന്മയെ ആ പർവ്വതത്തിന് സമാനായിട്ടാണ് കാണുന്നത്. ആ പർവ്വതം എന്ത് ചെയ്യും? എന്റെ അടുക്കിലേക്ക് ഇപ്പോൾ അത് പൊട്ടി വീഴാറായിട്ടുണ്ട് എന്നാണ് എന്ത് ചെയ്യുക? അവൻ വിചാരിക്കുക. അതുകൊണ്ട് ഏതൊരു ചെറിയ തിന്മയെയും ആ വലുപ്പത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ കാണണം. അവിടെയാണ് ചില സലഫുകൾ പറഞ്ഞത്, ലാ തൻദുർ ഇലാ സിഗരിൽ ഖതീഅ. തിന്മയുടെ ചെറുപ്പത്തിലേക്കല്ല നീ നോക്കേണ്ടത്, അത് ചെറുതല്ലേ, അതൊക്കെ ഇപ്പൊ ആരാ ചെയ്യാത്തത്? എല്ലാവരും ചെയ്യുന്നതല്ലേ, പിന്നെ ഞാൻ ചെയ്താൽ എന്താ? അങ്ങനെയൊന്നും അത്രയൊന്നും സൂക്ഷ്മത പുലർത്തി കഴിഞ്ഞാലൊന്നും നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റൂല എന്നാണ് ചില ആളുകൾ പറയാ. സലഫുകൾ എന്നിട്ട് പറയാണ്, ഉൻദുർ ഇലാ മൻ അസൈത. നീ ആരെയാണ് ധിക്കരിച്ചത് എന്നാണ് നീ നോക്കേണ്ടത്, മറിച്ച് എന്തല്ല, തിന്മയുടെ ചെറുപ്പത്തിലേക്കല്ല നീ ധിക്കരിക്കുന്നത്, റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവിനെയാണ് നീ ധിക്കരിക്കുന്നത് എന്ന ആലോചനയാണ് നിനക്കുണ്ടാകേണ്ടത് എന്ന് പറയാം. തിന്മക്ക് ഒരുപാട് അനന്തരഫലമുണ്ട്. തിന്മ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് അനന്തരഫലം ദുനിയാവിൽ തന്നെ എന്ത് ചെയ്യും? നമ്മൾ ആ അനന്തരഫലം അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാകും. തിന്മ ചെയ്തു കഴിഞ്ഞാലുള്ള അനന്തരഫലത്തെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അദ്ദാഉ വദ്ദവാ, രോഗവും ചികിത്സയും എന്ന പുസ്തകത്തിൽ വളരെ വിശദമായി തിന്മ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നത് വളരെ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും നിർബന്ധമായും അത് നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഒന്നാമതായി വളരെ ചുരുങ്ങിയ ചില തിന്മകളിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം പറയാം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നുള്ളതാണ്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ. എന്റെ ദിക്റിനെ തൊട്ട്, എന്റെ സ്മരണയെ തൊട്ട് ആരാണോ അകന്നു നിൽക്കുന്നത് അവർക്ക് കുടുസായ ജീവിതം ഉണ്ട് എന്നാണ്. അവർക്ക് വളരെ കുടുസായ ജീവിതമുണ്ട്. അതിന്റെ നേർവിപരീതം എന്താ? ആരെങ്കിലും അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ ഏറ്റവും സമാധാനമായ ജീവിതമാണ് അവർക്ക് ലഭിക്കുക എന്നാണ്. അതുകൊണ്ട് സമാധാനമാണോ, സന്തോഷമാണോ, സൗഭാഗ്യമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മൾ നന്മകൾ ചെയ്യണം. തിന്മയിൽ നിന്ന് ബഹുദൂരം വിട്ടു നിൽക്കണം. തിന്മയിൽ ഏതെങ്കിലും ഒരു സഹോദരൻ അകപ്പെട്ടാൽ അവനോട് വളരെ നസീഹത്തോടു കൂടി എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ആ തിന്മയുടെ അനന്തരഫലത്തെക്കുറിച്ച്, അത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചെല്ലാം വളരെ നസീഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കണം. കാരണം ആളുകൾ തിന്മയിലേക്ക് പോകാനുള്ള കാരണങ്ങൾ എന്ത് ചെയ്യാണ്? വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം തിന്മയിലേക്ക് പോകാനുള്ള കാരണങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. എന്നാൽ ഇന്നോ തിന്മയിലേക്ക് പോകാനുള്ള അവസരങ്ങളാണ് കൂടുതൽ, നന്മയിലേക്കുള്ള അവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. അവിടെയാണ് ചില സലഫി ഉലമാക്കൾ പറയാറുള്ളത്, ഒരാൾ തെറ്റിക്കഴിഞ്ഞാൽ, ഒരാൾ യഥാർത്ഥ പാതയിൽ നിന്ന് വ്യതിചലിച്ച്
മറ്റൊരു പാതയിലേക്ക്, വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണ്ട? അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ്. ഒരാൾ തെറ്റിക്കഴിഞ്ഞാൽ നീ അത്ഭുതപ്പെടേണ്ടതില്ല, മറിച്ച് നീ എപ്പോഴാണ് അത്ഭുതപ്പെടേണ്ടത്? ഒരാൾ ഇസ്തിഖാമത്തോടുകൂടി ദീനിൽ അടിയുറച്ച് വളരെ കൃത്യമായി ജീവിക്കുകയാണെങ്കിൽ നീ അത്ഭുതപ്പെട്ടോ, ഓൻ എങ്ങനെയാണ് ഈ ഒരു അവസരത്തിലും ഈ ഒരു ഫിത്നയുടെ കാലഘട്ടത്തിലും ഇത്ര സുന്ദരമായി ദീനിന്റെ അധ്യാപനങ്ങളെല്ലാം എങ്ങനെ പാലിച്ച് ജീവിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് നീ അത്ഭുതപ്പെട്ടോ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തിന്മ സമാധാനത്തെ കെടുത്തിക്കളയും എന്നെന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മനസ്സിൽ എഴുതി വെക്കണം. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും അവസാനത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ സന്തോഷം കിട്ടാനാണ്. ഇനി ഇവിടുന്ന് സന്തോഷം കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. ആ സന്തോഷം നമ്മൾ ഏതിലൂടെയാണ് കണ്ടെത്തേണ്ടത്? അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെയാണ്. അതല്ലാത്ത ഏത് മാർഗങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാലും ആ സമാധാനത്തിനൊക്കെ സമയപരിമിതിയുണ്ട്. എന്നാൽ അള്ളാഹു വെച്ച സമാധാനത്തിനോ അതിന് യാതൊരു സമയപരിധിയും ഇല്ല. അങ്ങേറ്റത്തെ സമാധാനം ദീന് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. അങ്ങേറ്റത്തെ സമാധാനം ദീനിൽ എന്തുണ്ട്? അങ്ങേറ്റത്തെ സമാധാനം ഉണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളണമെങ്കിൽ ദീന് നമ്മൾ കാര്യഗൗരവത്തിലെടുക്കണം. തമാശയിൽ എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടൂല, പക്ഷെ വളരെ കാര്യത്തോടുകൂടി ദീനിനെ സമീപിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. അങ്ങനെ ആ ഒരു അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ വളരെ സമാധാനമായ ജീവിതമായിരിക്കും നമുക്ക് ലഭിക്കുക. 2050 ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പുൽകിയ മതം ഇസ്ലാമായി തീരുന്ന 2050 നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്കറിയാം എന്ത് ഒരുപാട് റെസ്ട്രിക്ഷനുകൾ ഉണ്ട്. ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പുറത്തുനിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ആളുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും ഒരാൾ ഇസ്ലാമിലേക്ക് വരികയാണ്. എന്തുകൊണ്ട്? അതിലെന്തുണ്ട്? അതിൽ ഒരു സമാധാനം ഉണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ ഇടക്ക് ഒരു ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തി, ഓസ്ട്രേലിയയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച വ്യക്തി, അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന് 6 നൈറ്റ് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു എന്നാണ്. 6 നൈറ്റ് ക്ലബ്ബുകളാണ്. ഒരു നൈറ്റ് ക്ലബിൽ തന്നെ അദ്ദേഹത്തിന് ലക്ഷങ്ങളാണ് ലഭിക്കുക, ലക്ഷങ്ങളും കോടികളുമാണ് അദ്ദേഹത്തിന് ലഭിക്കുക. 6 എണ്ണം അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. 6ഉം അദ്ദേഹം വിറ്റു എന്നാണ്. 6ഉം അദ്ദേഹം ഒഴിവാക്കി. അദ്ദേഹം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാണ്? ഇസ്ലാം സ്വീകരിക്കാൻ. അദ്ദേഹം പറയാണ്, ഒരു ദിവസം ഒരു നൈറ്റ് ക്ലബിൽ നിന്ന് ഞാൻ എൻ്റെ ജോലിയും കഴിഞ്ഞ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനവും എനിക്കില്ല എന്നാണ്. ഒരു സമാധാനവും എനിക്കില്ല. അങ്ങനെ അദ്ദേഹം ഒക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സമാധാനത്തിന്റെ ഗേഹത്തിലാണുള്ളത്. പക്ഷെ പലപ്പോഴും അതെന്ത് ചെയ്യുന്നില്ല? നമുക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. ഇസ്ലാം നമുക്ക് ലഭിച്ചു എന്നത് വലിയ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ്. അതിൽ തന്നെ തൗഹീദ് ലഭിച്ചു. ആ തൗഹീദിന്റെ ആളുകളിൽ തന്നെ ഏറ്റവും സത്യം ഉൾക്കൊണ്ട ആളുകളിൽ ഉൾപ്പെടാൻ സാധിച്ചു എന്നതൊക്കെ വലിയ സമാധാനമാണ്. പക്ഷേ ഇതിലൊന്നും നമുക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ എവിടെ നിന്നും തെയ്യൂല നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റൂല എന്നുള്ളതാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്, ഇന്ന ഫിദ്ദുനിയ ജന്ന, ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ ആഖിറത്തിലെ സ്വർഗത്തിലേക്കും പ്രവേശിക്കാന്നാണ്. ദുനിയാവിലെ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീൻ ആസ്വാദനത്തോടു കൂടി എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ആ ദീൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റണം. രണ്ടാമത്തേത്, തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പ്രയാസത്തിലാകും. നമ്മൾ ഏത് കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാലും അതൊക്കെ വലിയ പ്രയാസമുള്ളതായി മാറും. ഒരു കച്ചവടത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ആ കച്ചവടത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. ഒരു പരീക്ഷയാണ് നമുക്ക് വരുന്നതെങ്കിൽ ആ പരീക്ഷയിൽ നമുക്ക് ഉയർന്ന മാർക്കുകൾ നേടാൻ പറ്റൂല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തിന്മകൾ ചെയ്യുന്നതോടുകൂടി കാര്യങ്ങൾ പ്രയാസമുള്ളതായി മാറും. ചിലപ്പോഴെങ്കിലും ചില ആളുകൾ വിചാരിക്കാറുണ്ട്, എനിക്കെന്താ ഇങ്ങനെ, എവിടെ പോയി കഴിഞ്ഞാലും പരാജയമാണല്ലോ എന്ന് ചില ആളുകൾ സ്വന്തം ആത്മഗതം ചെയ്യാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹു വഴികൾ തുറന്നു കൊടുക്കുന്ന. അവിടെ മഖ്റജൻ എന്ന് ഉപയോഗിച്ചത് നെക്കിറയായിട്ടാണ്, അലിഫ്ലാം ഇല്ലാതെയാണ്. അതിന്റെ അർത്ഥം വ്യത്യസ്ത വഴികൾ എന്ത് ചെയ്യും? അവന് തുറന്നു കൊടുക്കുന്ന. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ എന്ത് ചെയ്യും? അവന് റിസ്ക് വന്നു ചേരും. എന്നാൽ ഈ ആയത്തിന്റെ നേർ വിപരീതം എന്താ? അള്ളാഹുവിനെ ഒരാൾ സൂക്ഷിച്ചില്ല എങ്കിലോ അവന്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? കൊടുസായി മാറുന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും കൊടുസായി മാറും. അതുകൊണ്ട് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ എളുപ്പമാകുക തഖ്വ കൊണ്ടാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തി പോകും. അങ്ങനത്തെ ഒരു ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടില്ല, ഈ കാലം വരെയും കടന്നു പോയിട്ടില്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ഗവൺമെന്റിൽ വീടില്ലാത്ത ആളുകൾക്ക് അദ്ദേഹം വീട് വെച്ചു കൊടുത്തു എന്നാണ്. കല്യാണം കഴിയാത്ത ചെറുപ്പക്കാർക്ക് അദ്ദേഹം കല്യാണം കഴിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ 15 മക്കൾ, അദ്ദേഹത്തിന്റെ 15 മക്കളും
ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഒരു സമ്പത്തും 15 മക്കളിലും ഒന്നും ബാക്കിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചില അസ്ഹാബുകൾ വന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ചില കൂട്ടുകാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാതാ തറക്തലി അബ്നായിക്, മക്കൾക്ക് വേണ്ടി എന്താണ് ബാക്കി വെച്ചത് എന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു ഉത്തരമുണ്ട്. ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ടത്, ആ ഒരു ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പിതാവെന്ന നിലയിൽ, ഒരു മാതാവെന്ന നിലയിൽ നമ്മൾ വിജയം കൈവരിച്ചവരാണ്. അല്ല എങ്കിൽ വലിയ പരാജയമാണ്. ആ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും നമ്മൾ കരയേണ്ടി വരും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല കൊടുത്ത മറുപടി, തറക്തു ലഹും തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന ഒരു സ്വഭാവം എന്റെ മക്കളിലുണ്ട്. അതാണ് ഞാൻ അവർക്ക് ഉപേക്ഷ വെച്ചിട്ടുള്ളത് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇൻ കാനു അബ്റാറൻ ഫല്ലാഹു യതവല്ല സാലിഹീൻ. അദ്ദേഹത്തിന്റെ തഖ്വയുടെ ആഴം നമുക്ക് മനസ്സിലാകും. അദ്ദേഹം പറയുന്നത്, എന്റെ മക്കൾ നന്മ ചെയ്യുന്നവരാണ് എങ്കിൽ, സാലിഹീങ്ങളാണ് എങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടണം? അള്ളാഹു ഏറ്റെടുക്കും. സാലിഹീങ്ങളുടെ വിഷയം അള്ളാഹു ഏറ്റെടുക്കുക എന്ന് പറഞ്ഞതാണ്. പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടേണ്ടത്? വഇൻ കാനു ഫുജ്ജാറൻ ഫലൻ ഉഈനഹും ബിമാലി അലൽ ഫുജൂർ. അദ്ദേഹം പറയാണ്, അവർ തെമ്മാടികളാണ് എങ്കിൽ ഞാൻ എന്തിന് എന്റെ പണം അവർക്ക് കൊടുത്ത് അവർ തെമ്മാടിത്തത്തിൽ കഴിയണം? ഞാൻ ഒരിക്കലും ചെയ്യൂല, അങ്ങനെ ചെയ്യൂല എന്നാണ്. വളരെ വലിയ അർത്ഥവത്തായ വാക്കുകളാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തഖ്വ അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റണം? നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അതുകൊണ്ട് നമ്മൾ ബാക്കി വെച്ചു പോകുന്നതിൽ, മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ചു പോകേണ്ടത് തഖ്വയാണ്, അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയാണ്. നമ്മുടെ ഓരോ ഇടപാടുകളിലും, ഓരോ സംസാരത്തിലും, ഓരോ പ്രവർത്തനത്തിലും അവർക്ക് കാണാൻ പറ്റണം, എന്റെ ഉപ്പയുടെ തഖ്വയാണ് ഇത്, എന്റെ ഉപ്പ ഇന്ന കാര്യങ്ങളിൽ സൂക്ഷ്മത ഉണ്ടായിട്ടുണ്ട്, ഉമ്മാക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് അവർക്ക് പറയാൻ പറ്റണം. അതുകൊണ്ട് രണ്ടാമതായി, കാര്യങ്ങൾ എളുപ്പമായി കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് തഖ്വ എന്ന വിശേഷണമാണ്. മൂന്നാമത്തേത്, തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ തടയപ്പെടുന്നത് ഉപജീവന മാർഗം തടയപ്പെടും. റിസ്ക് ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകും. ചില ഹദീസുകളിൽ നമുക്ക് ഈ പറയുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെട്ടു വന്നതായി കാണാൻ പറ്റും. ആരെങ്കിലും ഒരാൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ റിസ്ക് എന്ത് ചെയ്യും? തടയപ്പെടും എന്നുള്ളതാണ്. ഹിശാം ഇബ്നു അബ്ദുൽ മലിക് എന്ന ഭരണാധികാരി, അദ്ദേഹം തന്റെ മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ചത് 1,00,000 ദീനാറുകളാണെന്ന്. 1,00,000 ദീനാർ ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം എന്ത് ബാക്കി വെച്ചിട്ടില്ല? മക്കളുടെ ജീവിതത്തിൽ തഖ്വയോ അള്ളാഹുവിനോടുള്ള ഭയമോ ദീനീ ബോധമോ ഒന്നും തന്നെ മക്കളിൽ അദ്ദേഹം ബാക്കി വെച്ചു പോയിട്ടില്ല. അങ്ങനെ 20 വർഷത്തിന് ശേഷം ചരിത്ര പണ്ഡിതന്മാർ പറയാൻ, ചരിത്രകാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മക്കൾ വലിയ കുതിരകളിൽ സഞ്ചരിക്കാൻ, വലിയ വലിയ കുതിരകളിൽ, വിലപിടിപ്പുള്ള കുതിരകളിൽ അതിന് ജീനി ധരിപ്പിച്ച്, നല്ല വസ്ത്രം ധരിപ്പിച്ച് അതിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? ധനാഢ്യരായി അവരതിൽ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ ഹിശാം ഇബ്നു അബ്ദുൽ മലിക്, അദ്ദേഹത്തിന്റെ മക്കളാകട്ടെ, അബൂ ജഅഫർ അൽ മൻസൂർ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മക്കൾ പള്ളിയുടെ വരാന്തയിൽ നിൽക്കാൻ, പള്ളിയുടെ വരാന്തയിൽ ഇരു കൈകളും നീട്ടിയിട്ട് അവർ ചോദിക്കാണ്, മിൻ മാലില്ലാഹി യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ, എന്തെങ്കിലും പണം ചെയ്യണം, ഞങ്ങൾക്ക് നൽകണം. ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല, എന്തെങ്കിലും നൽകണം. ഫഹാദാ ഹുവ ഹിർമാനു റിസ്ക്, ഇതാണ് റിസ്ക് തടയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിന്മകളാണോ ജീവിതത്തിൽ ചെയ്യുന്നത്, റിസ്ക് തടയപ്പെടും, റിസ്ക് ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകും. എന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് റിസ്ക് ലഭിക്കുക ഈമാനുണ്ടോ, അതോടൊപ്പം തന്നെ തഖ്വയുണ്ടോ, തൗഹീദ് ഉണ്ടോ, ഏറ്റവും നല്ല റിസ്ക് നമുക്ക് ലഭിക്കുന്ന, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ ജീവിതത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. അഞ്ചാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നബിയോട് പറയാൻ വേണ്ടി പറയുന്നത്, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ന്യായമായി കൊണ്ടല്ലാതെ ഒരു നഫ്സിനെയും വധിച്ചു കളയാൻ പാടില്ല, ഒരാളെയും കൊല്ലരുത് എന്ന്. ഒരു മുസ്ലിം രാജ്യത്ത് ജീവിക്കുന്ന ഒരു അമുസ്ലിം, ആ അമുസ്ലിമിനെ കൊല്ലുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ലം യുരിഹ് റായിഹത്തൽ ജന്ന, അവൻ സ്വർഗത്തിലെ പരിമളം ചെയ്യൂല, അവന് ലഭിക്കൂല എന്നാണ്. കാരണം ഈ അമുസ്ലിം ജീവിക്കുന്നത് എങ്ങനെയാണ്? അവന് ദിമ്മിയാണ്, അവൻ മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ അവരുടെ അടുക്കൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ കൊല്ലാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നു. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, ഒരു നഫ്സിനെ കൊന്നാൽ എല്ലാ ആളുകളെയും കൊന്നതുപോലെയാണ്. ഒരാളെ കൊന്നാൽ എല്ലാ ആളുകളെയും കൊന്നതുപോലെയാണ്.
ഇത്രയും വലിയ ആശയം ഉൾക്കൊള്ളുന്ന ആയത്ത് ഏതെങ്കിലും ഒരു മതത്തിന്, ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഖുർആനിനല്ലാതെ മറ്റൊരു വേദഗ്രന്ഥത്തിന് വാദിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അത്രയും സൗന്ദര്യമാണ്, അത്രയും മാനവികതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിശുദ്ധ ഖുർആൻ. ഒരു നഫ്സിനെയും എന്ത് ചെയ്യാൻ പാടില്ല, ന്യായമായിട്ടല്ലാതെ വധിക്കാൻ പാടില്ല. അവിടെ തന്നെ ഖുർആൻ സ്വീകരിച്ച നിലപാട് മധ്യമമായ നിലപാടാണ്. എന്നാൽ ന്യായമായിട്ട് എന്ത് ചെയ്യണം, കൊല്ലണം. ഒരാൾ കൊല്ലപ്പെട്ടാൽ അപ്പുറത്ത് എന്ത് ചെയ്യണം, കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടാകണം. അല്ലെങ്കിൽ ഭൂമിയിൽ എന്ത് ചെയ്യും, ഫിത്തന ഉണ്ടാകും. ഇന്ന് നമ്മൾ നാട്ടിൽ പരിശോധിച്ച് നോക്കിയേ, എത്ര ആളുകൾ വധിക്കപ്പെടുന്നു. ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യൂല, അങ്ങനെയുള്ള ഒരു ശിക്ഷയും ഉണ്ടാവുകയില്ല എന്ന ഒരു പേടിയുമില്ലാതെ എന്ത് ചെയ്യുന്നു, ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെടുന്നു. എന്നാൽ അതിന്റെ കമന്റുകളിൽ ചില ആളുകൾ കൊല്ലപ്പെടുന്ന ചില വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ, അങ്ങനെ ചില വാർത്തകൾ നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്ന സമയത്ത് ചില കമന്റുകൾ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. സൗദിയിലുള്ള ശിക്ഷ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുവരണമെന്നാണ്. ഇസ്ലാം വെച്ച ശിക്ഷ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുവരണമെന്നാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് ഫിത്രത്ത് എന്ത് ചെയ്യും, ചില സമയത്ത് ഫിത്രത്ത് പുറത്തേക്ക് വരുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു വഴി തെറ്റിപ്പോയ ഒരു അഹ്ലുൽ ബിദ്അയിലേക്ക്, തെറ്റിയ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളെ നമ്മൾ എങ്ങനെയാണ് ഉണർത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ഫിത്രത്തിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അവന്റെ ഫിത്രത്തിലേക്ക് എന്ത് ചെയ്യണം, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഫിത്രത്ത് എന്ത് ചെയ്യും, പുറത്തേക്ക് വരുന്നുള്ളത്. അത് ജനങ്ങളുടെ ഫിത്രത്താണ്. ദീന എന്നത്, അള്ളാഹുവിന്റെ മതം എന്നത് ഫിത്രത്തിന്റെ മതമാണ്. ജനങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായിട്ടുള്ള മതമാണ്. ആ മതത്തിൽ നിന്നും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആരയച്ചത്, പ്രവാചകന്മാരെ അയക്കുകയുണ്ടായത്. ആറാമതായിട്ട് പറയുന്നത് വലാ തഖറബു മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ധ. യതീമിന്റെ ധനത്തോട് പറഞ്ഞു വന്നത് ആറാമത്തെ കൽപ്പനയാണ്. ആറാമതായി അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്യാൻ വേണ്ടി പറയുന്നത് വലാ തഖറബു മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. നിങ്ങളെങ്ങാനും ഒരു യതീമിനെ അവന്റെ ധനത്തിൽ നിങ്ങൾക്ക് കൈകാര്യമുണ്ട് എങ്കിൽ ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ, ഏറ്റവും നല്ല മാർഗത്തിലല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ആ യതീമിന്റെ ധനം നിങ്ങൾ കളയാൻ പാടില്ല എന്നാണ്, ചെലവഴിക്കാൻ പാടില്ല. ഇനി ചെലവഴിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്, ഏറ്റവും നല്ല മാർഗത്തിലാണ്. ചില ആളുകൾ എന്ത് ചെയ്യും, യതീമിന്റെ പണമെടുത്ത് അതിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അവർ ചെലവഴിക്കും. ഒരിക്കലും പാടില്ല എന്നാണ്. യതീമിനെ സംരക്ഷിക്കേണ്ട ആളുകളാണ് നമ്മൾ. യതീമിന്റെ കൂടെ നിൽക്കേണ്ട, യതീമിനൊരു താങ്ങും തണലുമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ മാറേണ്ടതുണ്ട്. അലം യജിദിക യതീമൻ ഫആവ. അല്ലാഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താങ്കളെ ഞാൻ യതീമായി കാണുകയും എന്നാൽ എന്ത് ചെയ്തു, ഫആവ, അല്ലാഹു അഭയം കൊടുത്തു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നബിക്ക് അഭയം കൊടുത്തു. യതീമിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനും യതീമും ഏറ്റവും അടുപ്പത്തിലായിരിക്കുന്ന. അതുകൊണ്ട് തന്നെ ഒരു കച്ചവടത്തിന് നമ്മൾ ഇറങ്ങുകയാണ് എങ്കിൽ ആ കച്ചവടത്തിന് പണമിറക്കുമ്പോൾ ഏറ്റവും ലാഭമുള്ള കച്ചവടത്തിനാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ യതീമിന്റെ പണത്തിൽ ചെലവഴിക്കേണ്ടത് എന്ന്. അതേ സമയത്ത് കച്ചവടം ഹറാമാണെങ്കിലോ അതിൽ നമ്മൾ പണം നിക്ഷേപിക്കാനും പാടില്ല. ഏതുവരെ, ഹത്താ യബ്ലുഗ അശുദ്ധ. യതീമിന് പണമൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രായം വരെയും അദ്ദേഹത്തിന്റെ യതീമിന്റെ പണം വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. പണത്തിന്റെ വിഷയത്തിലുള്ള സൂക്ഷ്മതയും യതീമിനെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവുമാണ് എന്ത് ചെയ്യുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരുന്നുള്ളത്. ഇനി അടുത്തത് ഏഴാമത്തേത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്. നിങ്ങൾ നീതിപൂർവം അളവും തൂക്കവും തികച്ചു കൊടുക്കണം. നീതിപൂർവമായിരിക്കണം. അളവിൽ ഒരു രൂപത്തിലുള്ള കൃത്രിമത്വവും ചെയ്യാൻ പാടില്ല. തൂക്കത്തിലും എന്താണോ നമ്മൾ വിലയായി കൊടുക്കുന്നത് ആ വിലക്ക് തുല്യമായ പ്രോഡക്റ്റും എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് നൽകാൻ പറ്റണം എന്നാണ്. അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്തുന്ന വിഷയത്തിൽ ഒരു സൂറത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണത്? സൂറത്തുൽ മുത്തഫിഫീൻ. വൈലുൻ ലിൽ മുത്തഫിഫീൻ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് നാശം എന്നാണ്, ഒരു നശിച്ച് തൊലഞ്ഞു പോകട്ടെ എന്നാണ്. എന്നിട്ടോ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. അവരുടെ സ്വഭാവം പറയാൻ, അവര് ബാക്കിയുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യും, കൃത്യമായി നോക്കി അന്വേഷിച്ച് പരിശോധിച്ച് വാങ്ങും. എന്നാൽ വിൽക്കുകയാണെങ്കിലോ വൈദാ കാലൂഹും ഔ വസനുഹും യുഖ്സിറൂൻ. അവരാളുകളെ വഞ്ചിക്കുകയും ചെയ്യുന്ന. അവർക്ക് വേണ്ട സമയത്ത് എന്ത് ചെയ്യും, കൃത്യമായി വാങ്ങും. ആളുകൾക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കുറച്ച് കൊടുക്കുന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ചില ആളുകൾ വിചാരിക്കാറുള്ളത്, ഞാനൊന്നും അങ്ങനെ ചെയ്യണില്ല എന്നാണ് ചില ആളുകൾ കരുതാറുള്ളത്. എന്നാൽ പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന സ്വഭാവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഈ പറയുന്ന
അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്തരുത് എന്ന് പറഞ്ഞിട്ട് അത്തരത്തിൽ കൃത്രിമം വരുത്തുന്ന ആളുകളെ കുറിച്ച് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ ആ ചോദ്യം നമ്മോട് ചോദിക്കണം. അള്ളാഹ് ചോദിക്കാണ്, അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ. അങ്ങനെ കൃത്രിമം കാണിക്കുന്ന ആൾ വിചാരിക്കുന്നില്ലേ ഒരു ആഖിറമുണ്ട്, മരണമുണ്ട്, അത് കഴിഞ്ഞിട്ട് അള്ളാഹുലേക്ക് മടങ്ങി വരാനുണ്ട് എന്നവർ ആലോചിക്കുന്നില്ലേ? എന്നിട്ട് അള്ളാഹ് ചോദിക്കാണ്, ലിയൗമിൻ അലീം, വമ്പിച്ച ദിവസമാണത് എന്നാണ്. വമ്പിച്ച ദിവസം. നിങ്ങൾ ഇവിടെയുള്ള ചെറിയ ലാഭത്തിന് വേണ്ടി വലിയ നഷ്ടമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ വരുത്തി വെക്കുന്നത് എന്നാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ എന്ത് ചെയ്യും, ജനങ്ങൾക്ക് നിൽക്കുന്ന ഒരു ദിവസം വരാറുണ്ട്. അന്ന് എന്ത് ചെയ്യും, നിങ്ങളെ പിടികൂടുന്ന. അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്തിയ ആളുകളെ അള്ളാഹു വെറുതെ വിടൂല എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ വിഷയത്തിൽ ഇത്തരം ഈ കച്ചവടത്തിന്റെ വിഷയത്തിൽ സത്യസന്ധത എന്നത് അപരിചിതമായി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. സത്യസന്ധത മഷിയിട്ട് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കച്ചവടത്തിന്റെ രംഗം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബാധ്യതകൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, വറജുലുൻ ഇസ്തജറ അജീറൻ ഫസ്തൗഫാ മിൻഹു വലം യുഅതി അജ്റ. ഖിയാമത്ത് നാളിൽ റസൂൽ എന്ത് ചെയ്യും, ചില ആളുകളോട് തർക്കിക്കുന്ന, ചില ആളുകൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്ന. ആരെക്കുറിച്ച് അത് പറഞ്ഞത്? റസൂൽ പറയാണ്, ഒരാൾക്ക് എന്ത് ചെയ്തു, ഒരാൾ നമ്മുടെ കീഴിൽ ജോലി ചെയ്യാണ്, എന്നാൽ ആ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൃത്യമായി ശമ്പളം കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ നമുക്കെതിരെ തിരിയുന്ന അവസ്ഥ ഉണ്ടാവും. റസൂൽ നമ്മോട് ചോദ്യം ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്തുക എന്ന് പറയുമ്പോൾ എന്ത് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന സാധനത്തിൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ കീഴിൽ ഒരു ജോലിക്കാരനുണ്ട് എങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവന് ശമ്പളം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇനി അവൻ ശമ്പളം ചോദിച്ചാൽ നമ്മുടെ മുഖം എങ്ങനെയായിരിക്കും ഉണ്ടാകുക? ഓൻ ശമ്പളത്തിനോട് പണിയെടുക്കുന്നവനാണ്, ഓനക്ക് എപ്പോഴും ശമ്പളത്തെ കുറിച്ച് ചിന്ത ഉള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുക. ഓന് പണിയെടുത്തതിനെ കുറിച്ച് ആരെങ്കിലും ആലോചിക്കോ? അതില്ല. മറിച്ച് ഓൻ എന്താ ചോദിച്ചതിന്റെ പേരിൽ ഓനെ ക്രൂശിക്കുക. നമ്മൾ നമ്മുടെ സ്വഭാവത്തിന്റെ അവസ്ഥ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ. എത്ര മോശമാണ് നമ്മുടെ സ്വഭാവം. ഓൻ ഒരു മാസം പണിയെടുത്തിട്ട് ഓന്റെ അവകാശം ചോദിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്, തിരിച്ചങ്ങോട്ട് ഓൻ ശമ്പളത്തിന് വേണ്ടിയാ പണിയെടുക്കുക. സത്യം പറയാലോ, നമ്മള് മനസ്സിൽ കുറച്ചൊക്കെ ഒരു സ്വഭാവം ബാക്കിയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഒരിക്കലും പെരുമാറാൻ പറ്റൂല എന്നുള്ളതാണ്. ഇതേ വിഷയത്തോട് നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒന്നാണ്. നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യും, ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കും. എന്നിട്ട് ടീച്ചർ ഒരു 4 മെസ്സേജ്, ഫീസിന്റെ മെസ്സേജ് നമ്മുടെ വാട്സപ്പിലേക്ക് വന്നാലോ, ഇയാൾ എപ്പോ നോക്കിയാലും ഫീസേ ഉള്ളൂ, പഠിപ്പിക്കുന്നൊന്നുമില്ല, ഫീസ് കൃത്യമായി വാങ്ങണ്ട് എന്നെന്ത് ചെയ്യും, പറയും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട് എങ്കിൽ കൃത്യസമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫീസ് കൊടുക്കണം. ആ ഫീസ് നമുക്ക് താങ്ങുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, വെറുതെ നമ്മൾ നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്തേണ്ട എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്തല്ല, വെറുതെ ഓടുന്ന ഒരു സിസ്റ്റം അല്ല സ്കൂൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് ബാധ്യതകളുണ്ട്, അവർക്ക് അവരുടെ കീഴിലുള്ള ജോലിക്കാർക്ക് പണം കൃത്യമായി കൊടുക്കണം. ഇതൊക്കെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ അടുക്കൽ നിന്ന് കൃത്യമായി ഫീസ് കിട്ടണം. ഇത് ചോദിക്കുമ്പോൾ കാണാൻ എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ ദേഷ്യം കയറി വരിക. എന്നാൽ 1 മാസം പഠിച്ചതിനെ കുറിച്ചോ 4 മാസം പഠിച്ചതിനെ കുറിച്ചോ എന്തില്ല, നമുക്ക് യാതൊരു കാര്യവും നമുക്ക് പറയാനില്ല. ഇത് എല്ലായിടത്തും നടക്കുന്ന വിഷയമാണ്. ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അറിയാം, ജിമ്മിന്റെ ട്രെയിനർ ഫീസ് ചോദിച്ചു കഴിഞ്ഞാലോ, നമ്മളെ കളിപ്പിക്കുന്നൊന്നുമില്ല, എപ്പോഴും എന്ത് ചെയ്യാണ്, ഇങ്ങനെ പൈസ കേട്ടിരിക്കുകയാണ്. ഓൻ അവിടെ ഇങ്ങനെ മുണ്ടാണ്ട് കുത്തിയിരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാ, ഫീസ് ചോദിക്കാന്നാ പറയാ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം നമ്മൾ എക്സ്ട്രാ ഫീസ് കൊടുക്കാതെ അവിടെ നമ്മൾ പണിയെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടി പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹറാമാകുമെന്ന് എന്ത് ചെയ്യണം, നമ്മൾ പേടിക്കണം. ഹറാമായി പോകുമെന്നുള്ളത് നമ്മൾ ഭയപ്പെടണം എന്നുള്ളതാണ്. എങ്ങനെയാണ് അന്യായമായിട്ട് ഒരാളുടെ ധനം എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക? അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ എന്താ പറഞ്ഞത്? കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് നാശമുണ്ട് എന്നാണ്. എന്നാ ഒരുത്തന്റെ പണം കൊടുക്കാതിരുന്നാലോ, എന്നാ ഒരുത്തന്റെ പണം മോഷ്ടിച്ചാലോ, എത്ര വലിയ അപകടമാണ്. വലിയ അപകടത്തിലാണ് നമ്മൾ ചെന്ന് പെടുന്നത് എന്ന ഒരു ആലോചന എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായി ഉണ്ടാകണം എന്നാണ്. അതുകൊണ്ട് അത്തരം വിഷയത്തിൽ ഒരു സൂക്ഷ്മത എന്ത് ചെയ്യണം, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ അങ്ങനെ അവരെ കൃത്യമായ കോളേജിലൊക്കെ ചേർക്കുന്ന വിഷയത്തിൽ എന്ത് ചെയ്യണം, കൃത്യമായി ഫീസ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. കൊടുക്കും വേണം. അല്ല എങ്കിൽ നമ്മുടെ തലയിൽ വലിയ ബാധ്യതയായ ആഖിറം വരെ എന്ത് ചെയ്യണം, നമ്മളത് ചുമന്നു പോകേണ്ടി വരും എന്നുള്ളതാണ്. ഒരിക്കലും അതെന്താകൂല, അത്ര എളുപ്പമുള്ള വിഷയമാവുകയില്ല എന്ന് മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭക്ഷണം വിൽക്കുന്ന ഒരു വിൽപ്പനക്കാരന്റെ കച്ചവടത്തിന്റെ അരികിലൂടെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ നടന്നു പോകാൻ. ആ സമയത്ത് റസൂൽ എന്ത് ചെയ്തു, ആ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ കൈയിട്ടു എന്നാണ്. അപ്പൊ ഒരു നനവ് റസൂലിന് തോന്നി. റസൂൽ ചോദിക്കാൻ, മാ ഹാദാ യാ സാഹിബ തആം, എന്താണ് ഈ ഭക്ഷണത്തിൽ നനവ് കാണുന്നുണ്ടല്ലോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്നാണ്, അസാബത്ഹു സമാ ഐ അൽ മത്തർ, മഴ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ മോശമായി പോയിട്ടുണ്ട്. യാ റസൂലല്ലാഹ് ഖാല ഹല്ലാ ജഅൽതഹു ളാഹിറൻ ഹത്താ യറാഹു الناس,
എന്നിട്ട് റസൂൽ തിരിച്ചു ചോദിക്കുന്നത് അറിയോ, നീ ഇതെന്തിനാണ് പൂഴ്ത്തി വെച്ചത്? ആളുകൾ കാണുന്ന രൂപത്തിൽ നീ വെക്കണ്ടേ? എന്നിട്ട് റസൂൽ ചോദിക്കുകയാണ്, മൻ ഗശ്ശനാ ഫലൈസ മിന്നാ, മൻ ഗശ്ശനാ ഫലൈസ മിന്നാ, വഞ്ചിക്കുന്നവൻ എന്തല്ല, നമ്മിൽപ്പെട്ടവനല്ല എന്ന്. ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിന്റെ കൃത്യമായ രൂപത്തിലുള്ള ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ചില ആളുകൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇമ്പോർട്ടഡ് ആണ്, പുറത്തുനിന്ന് ഇറക്കി കൊണ്ടുവന്നതാണെന്നാണ്. എവിടുന്ന്? പുറത്തുനിന്ന്, ഇവിടുന്ന് തന്നെ ഇറക്കിയതായിരിക്കും. എന്നിട്ടോ അതിന്റെ പേരിൽ ഇമ്പോർട്ടഡ് എന്നുള്ള പേരും കണ്ടില്ല, അതിന്റെ ബട്ടൺസ് ഒക്കെ കണ്ടില്ല, അതിന്റെ ഷർട്ടിന്റെ കോലൊക്കെ കണ്ടില്ലേ, ഇമ്പോർട്ടഡ് ആണ്, നല്ല വിലയുള്ളതാണ്, ഇവിടെ നമ്മൾ ഇത്രയും കൊടുക്കുകയാണ്. ഇമ്പോർട്ടഡ് ഒന്നല്ല, നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയ സാധനമാണ്. ഓൻ എന്ത് ചെയ്യാണ്? കച്ചവടം വിറ്റ് പോകാൻ വേണ്ടി പറയാൻ, ഫ്രഷ് ആണ്, ഇന്ന് ഇറങ്ങിയിട്ടുള്ളൂ എന്നാ പറയും. ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ, ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ എന്നാണ്. 2-3 ദിവസത്തെ മുമ്പുള്ള മീനായിരിക്കും, അല്ലെങ്കിൽ ഐസിട്ട മീനായിരിക്കും. എന്നിട്ടാ പറയുന്നത് ഇത് ഫ്രഷ് സാധനമാണ്. ഒക്കെ പൂഴ്ത്തി വെക്കലാണ്, ഒക്കെ പൂഴ്ത്തി വെക്കലിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. കാറ് വിൽക്കുന്ന ആളുകൾ, കാറിന്റെ മേഖലയിൽ ഇത് വളരെയധികം കൂടുതലാണ്. കാറ് വിൽക്കുന്ന ആളുകൾ പരിശോധിച്ച് ചോദിച്ചാൽ, ഒരു പുതിയ കാറ് വാങ്ങാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടില്ല. കിലോമീറ്റർ ഒക്കെ വളരെ കുറച്ച് കിലോമീറ്റർ ഉള്ളൂ എന്നാണ്. കിലോമീറ്റർ ഒക്കെ മൈനസ് ആക്കിയിട്ടുണ്ടാവും. പിന്നെ അതിന്റെ ലിസ്റ്റൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എല്ലാ തരികിടയും ആ കാറിനുണ്ടാകും. കാണുമ്പോഴോ നല്ല ഉഷാറുണ്ടാകും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ആഖിറം വിറ്റുകൊണ്ട് ദുനിയാവ് വാങ്ങുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. ദുനിയാവ് നഷ്ടപ്പെട്ടാലും ആഖിറം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായാൽ അതിനേക്കാളും വലിയ നഷ്ടം എന്ത് എന്നെന്ത് ചെയ്യാ, നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, കേട്ടതിലുപരി എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദീനിന്റെ അധ്യാപനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.